തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അവതരിപ്പിച്ച കരട് ബഡ്ജറ്റ് പരാജയവും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷാംഗം KP ഉമാശങ്കർ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞു. മുൻകാലങ്ങളിൽ കണക്കിലെ പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും ഉമാശങ്കർ ആരോപിച്ചു. പഞ്ചായത്തിലെ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ലാപ്സാക്കിയ ഭരണസമിതിയാണ് തിരുവില്ലാമലയിൽ ഉള്ളതെന്നും ഉമാശങ്കർ പറയുന്നു. പഞ്ചായത്ത് പദ്ധതികൾ ഒച്ചഴിയും വേഗത്തിലാണ് നടക്കുന്നതെന്നും ഉമാശങ്കർ വ്യക്തമാക്കി. അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റ് കത്തിച്ചു കളയേണ്ടതാണെന്നും ഉമാശങ്കർ പറഞ്ഞു. പഞ്ചായത്തിനകത്ത് സ്ഥിരമായി ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ ഉണ്ട് എന്ന് പോലും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവർക്ക് അറിയുന്നില്ല. കൃഷി ഓഫീസർ ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ ഇപ്പൊ ചാർജ് അല്ല, സ്ഥിരമായി കൃഷി ഓഫീസർക്ക് ഉണ്ട്. അപ്പൊ ഒരു ശ്രദ്ധയുമില്ലാതെ ഓരോ വർഷവും പഴയ പുസ്തകം എടുത്ത് പുതിയ ചട്ടയും അതിൽ പുതിയ 4 കവിവചനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കണ്ടെട്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബഡ്ജറ്റ് കേവലം ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ സഹായകരമാകുന്ന അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം സഹായിക്കുന്നതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനേ ഉള്ളൂ. ഇതിനൊരു ബഡ്ജറ്റ് എന്ന് പറയാൻ കഴിയില്ല. ഈ ബഡ്ജറ്റ് കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടതാണ്. അതിപ്പോ ചെയ്യുന്നില്ല. എന്തായാലും ഇങ്ങനൊരു ബഡ്ജറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ എന്താ പറയുക, പണ്ട് കാരണവന്മാര് തുറന്നു വെച്ചതുപോലെ ഏതോ ഒരു കാലത്ത് എഴുതിയത് അതും ഒരു സംഖ്യ വർദ്ധിപ്പിച്ച് എഴുതുക എന്നാണ്. എഴുതുന്നവർക്കും അറിയാതൊന്നും നടക്കില്ല എന്ന്. കാരണം 10 രൂപ ചെലവാക്കുന്നവർക്ക് 10 ലക്ഷം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10 ലക്ഷം വരെ ചെലവഴിക്കാം ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ. പക്ഷെ ഒരു ഹെഡിലും ഇവിടെ വകയിരുത്തിയ സംഖ്യ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നതാണ്. ജനതാ വിഷൻ, തിരുവില്ലാമല.